ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ലിപ് ബാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഞാനത് വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസമായി യൂസ് ചെയ്തിട്ട് വല്ല റിസൾട്ടും ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ആക്കാമെന്ന് കരുതിയിട്ടായിരുന്നു ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. ലിപ് ബാം ഒക്കെ നമ്മൾ ഡെയിലി യൂസിന് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് അല്ലേ, അപ്പോൾ അത് നല്ലതാണോ നോക്കിയിട്ടല്ലേ നമുക്കത് പറയാൻ പറ്റൂ. അപ്പോൾ ഞാൻ വാങ്ങിച്ച ലിപ് ബാം ഇതാണ്. ഡോണ്ട് ആൻഡ് കീയുടെ ഗ്ലോസ് ബോക്സ് എന്ന് പറയുന്ന ഒരു ലിപ് ബാം സ്ട്രോബെറി ഫ്ലേവറിലുള്ളതാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ പല ഫ്ലേവേഴ്സിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ SPF എന്ന് പറയുന്നത് 50 വരുന്നുണ്ട്. പിന്നെ വിറ്റാമിൻ C+E അതെല്ലാം ചേർന്നിട്ട് വരുന്നൊരു സ്ട്രോബെറി ക്രഷിൻ്റെയാണ് കേട്ടോ ഈ ഒരു ലിപ് ബാം. ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു റിവ്യൂ ഞാൻ ചെയ്തത്. ഞാനിപ്പോൾ ലിപ്സ്റ്റിക്കോ ലിപ് ബാമോ ഒന്നും തന്നെ യൂസ് ചെയ്യാതെയാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത്. ഞാനത് ജസ്റ്റ് കാണിച്ചു തരാം. എൻ്റെ കയ്യിലൊന്നുമില്ല കണ്ടോ, ഞാനൊന്നും തേച്ചിട്ടില്ല. ഞാൻ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് അത് അന്നേരം ഇട്ട് കാണിക്കാമെന്ന് കരുതിയിട്ടാണ്. ഇതിന് മുന്നേ എൻ്റെ ലിപ്പിൻ്റെ കളർ ഇതിലും നല്ല ഡാർക്കായിരുന്നു കേട്ടോ. നല്ല ഡാർക്കായി ലിപ്സ്റ്റിക്കൊക്കെ കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടായിരിക്കാം ഡാർക്കും ആയിരുന്നു. പിന്നെ ചുണ്ടിൽ തോലൊക്കെ പൊട്ടിയിട്ട് നല്ല ഡ്രൈനെസ്സും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് യൂസ് ചെയ്യുന്ന കണക്കെ തൊട്ട് ചെറിയൊരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് ചുണ്ട് ചുമന്ന് വളവളാന്നാവുന്നതല്ല കേട്ടോ ഞാൻ ഇതിനകത്ത് പറയുന്നത്. ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നല്ലൊരു ജെല്ല് പോലെ, നല്ല പ്രസ് ചെയ്യുമ്പോൾ ഒരു ജെല്ല് മാതിരിയാണ് ഇതിനകത്തൊന്ന് വരുന്നത്. ആദ്യം ജസ്റ്റ് കയ്യിലൊന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്തിടുന്നു. നമ്മൾ വിചാരിക്കുന്ന ലിപ്സ്റ്റിക്കിൻ്റെ അത്രയും കളറൊന്നും ഇതിനകത്തില്ല. ജസ്റ്റ് ഒരു ഗ്ലോയിങ് പോലെ വരും. പിന്നെ എന്നിട്ട് ആ സ്ട്രോബെറിയുടെ ഒരു ഫ്ലേവറിൻ്റെ ഒരു കളറും കാര്യങ്ങളും ഇടും. പിന്നെ സ്ട്രോബെറിയുടെ നല്ല മണമുണ്ട്. എനിക്ക് സ്ട്രോബെറി ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മണം ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഡെയിലി ഇപ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇത് ഒത്തിരി നേരം ഇരിക്കും, ചുണ്ടത്ത് ഒത്തിരി നേരം ഇരിക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഞാനൊരു ഉറപ്പും പറയത്തില്ല കേട്ടോ. അത്ര നേരമൊന്നും ഇരിക്കത്തില്ല. നമ്മളെന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ച് വായൊക്കെ കഴുകിയാൽ ചിലപ്പോൾ ഇതങ്ങ് പോകും കേട്ടോ. ലിപ്പിലിട്ട് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം അതിൻ്റെ ഒരു കളറും ഒരു ഭംഗിയും വരുമെന്നുള്ളത്. കണ്ടോ ഞാൻ ഇത്രയും കളറാണ് നമുക്ക് അതിനകത്ത് വരുന്നത്. ഒരുപാട് കളർ ലിപ്സ്റ്റിക്ക് ഇട്ട പോലത്തെ കളറൊന്നും നമുക്ക് വരില്ല. ജസ്റ്റ് ഒരു ഗ്ലോയിങ് ഉണ്ടായിരിക്കും. ചുണ്ട് നല്ല സോഫ്റ്റായിട്ടിരിക്കും. അതൊക്കെയുള്ളൂ ഇതിൻ്റെ ഒരു ഇത് യൂസ് ചെയ്യുന്നുണ്ടുള്ള ഇത്. പിന്നെ നമ്മുടെ ചുണ്ടത്ത് ഈ തോല് പൊട്ടിപ്പോകുന്നത്, അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ടല്ലോ ലിപ്പിനുണ്ടാകുന്ന കുറേ ടാനൊക്കെ ചുണ്ടത്ത് വരുന്നത്, അങ്ങനത്തെ അതിനൊക്കെ ഒരു സൊല്യൂഷനാണ് ഈ ലിപ് ബാം യൂസ്. അത് ഏത് ലിപ് ബാം യൂസ് ചെയ്താലും നല്ലതാണ്. അതിൽ ഈ ബ്രാൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു റിവ്യൂ പോലെ ചെയ്തത്. പിന്നെ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ തന്നെ കുറച്ച് നാച്ചുറൽ മെത്തേഡ്സ് കൂടെ ഒക്കെ യൂസ് ചെയ്തിട്ട് അത് ചെയ്ത് കഴിഞ്ഞ് ഈ ലിപ് ബാം ഇടാൻ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും. ഞാനിത് നൈറ്റും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ കിടക്കുന്നതിന് മുന്നേ ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ലിപ്പിലിട്ടിട്ടാണ് കിടക്കുന്നത്. പിന്നെ പകൽ പോകുമ്പോൾ ജോലിക്കൊക്കെ പോകുമ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് എന്നും യൂസ് ചെയ്യില്ല, വല്ലപ്പോഴും യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ലിപ് ബാം ഇട്ടിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോഴേ ഈ ലിപ് ബാം ഒക്കെ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഡോണ്ട് ആൻഡ് കീ ഒരു നല്ല ഓപ്ഷനാണ്. വലിയ കുഴപ്പമില്ല, നമുക്ക് കുറച്ച് എഫക്റ്റീവൊക്കെയാണ്. പിന്നെ കൂടുതലും നാച്ചുറൽ മെത്തേഡ്സൊക്കെ യൂസ് ചെയ്യുന്നതും കുറച്ചുകൂടെ നമ്മുടെ ലിപ്പിനൊക്കെ ആ തോല് പൊട്ടുന്നതൊക്കെ മാറാൻ നല്ല ഉപകാരപ്പെടും. ഇത് യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ എക്സ്പീരിയൻസും കൂടെ കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ. കാരണം ചിലർക്ക് ചില പ്രോഡക്റ്റ് സ്കിന്നിൽ പിടിക്കില്ല, ചിലപ്പോൾ അവർക്കത് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അത്രയുള്ള നമ്മുടെ വീഡിയോ, അടുത്ത വീഡിയോ കാണാൻ വരെ ബൈ ബൈ.